ഹായ് ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുച്ചി ഷബീന. ഈ ഷബീന എന്ന് പറയുന്ന സ്ത്രീ നമ്മുടെ പ്രധാനമന്ത്രി തെറി വിളിക്കുന്ന ഒരു കാര്യമാണ്. ഇവരെ കൊണ്ട് ഇവർ തെറി വിളിക്കാത്ത ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചിട്ടുണ്ട്. ഈ പറയുമാതിരി അയ്യപ്പനെ തെറി വിളിക്കുന്നു. ഇതെല്ലാം അയ്യപ്പനെ തെറി വിളിക്കുന്നതും അതേ കണക്ക് പ്രധാനമന്ത്രിയെ തെറി വിളിക്കുന്നതൊക്കെയാണ് നമ്മളിപ്പോൾ പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള നികിഷ്ട ജന്മങ്ങൾ തിർച്ചികൾ ഈ നാടിന് ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. കേരളത്തിലെ BJPക്കാർ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന BJPക്കാർ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം കൂടെ ഞാൻ മുന്നിൽ നിർത്തി തരുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം നിരോധനം ഏർപ്പെടുത്തുന്ന BJPക്കാർ ഈ സ്ത്രീക്ക് ഒരു നിരോധനം ഏർപ്പെടുത്തിക്കൂടെ? കേൾക്കാം. അവനെ പോലെ ഒരു പൂറിമോൻ ലോകത്തില്ല. പന്ന തായോളി പൂറിമോൻ. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് കിടക്കുന്നവരാ. തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ. സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് കിടക്കുന്നത്. അവനെ പോലെ ഒരു പൂറിമോൻ ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മോദി തായോളി. പട്ടിപ്പൂറിമോനെ ചുമന്നോണ്ട് കിടക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? പലതന്തയ്ക്കുണ്ടായ മൈലിയൊക്കെ അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണവിടെ? അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയൊക്കെ ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടായ 100 തന്തയ്ക്കുണ്ടാക്കിയ 6 കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയെ ഊക്കിയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്നു. ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ ഊക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല 1-ാം തരം പൂറം തായോളിയാണ് അവൻ. ആ മൈരന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ് തത്തയ്ക്ക് വിളിക്കല്ലേ? ഞങ്ങള് തിരിച്ചും പറയും. നിങ്ങളെ പോലുള്ള ഇരിക്കുന്ന അന്തങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഇതുപോലെ തെറി വിളിക്കണം. കാര്യം പറയാൻ വന്ന അതുപോലെ തെറിയെ കൂടെ തെറി വിളിക്കണമെന്നാ എന്റെ അഭിപ്രായം. നിങ്ങൾ ഡെയിലി ഗ്രൂപ്പിട്ട് തെറി വിളിക്കുന്നത്, തെറി വിളിക്കണം. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് മൈക്ക് വെച്ചിട്ട് ഷഫീനിക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു മൈക്ക് വെച്ചിട്ട് വീടിന്റെ മുമ്പിൽ വിളിക്കണം. രാജിയൊക്കെ വരും, അവരെല്ലാം കൂടെ ചേർന്ന് തെറി വിളിക്കണം. അത് വിളിക്കണമെന്ന്, അത് വിളിക്കണം. അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി തായോളിയുടെ അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു പോരുതെന്ന് പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. തന്തയ്ക്ക് പറയുന്ന നിങ്ങൾ എന്നും തെറി വിളിക്കണം. അമ്മയെ കൂട്ടി കൊടുത്ത മൈരെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരുന്ന കള്ളത്തായോളിക്ക് സപ്പോർട്ട് പറയാൻ ഡെയിലി ഇതുപോലെ തെറി വിളിക്കണം. പലതന്തയ്ക്കുണ്ടായ മൈരികൾക്ക് ഇങ്ങനെയൊക്കെ തോന്നൂടെ? പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവരെ തൂക്കി തലേക്ക് ഇയാൾ അമ്മയെ കെട്ടിച്ചു കൊടുത്തേ. അമ്മയെ കെട്ടിച്ചു കൊടുത്തേ. അമ്മയെ കെട്ടിച്ചു കൊടുത്ത് അച്ചാന്ന് വിളി മോദിയെ. ഇതിൽ എന്ത് തെറിയുടെ ന്യായമായ ഒരു കാര്യമല്ല. ഇത്രയും വലിയൊരു യുഗപുരുഷനെ നിങ്ങൾ അച്ചാന്ന് വിളിക്കൂ. അത് മാത്രമേ റിക്വസ്റ്റ് ഉള്ളൂ. നന്മയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറിനിടെ. ഈ പൂർവിമനെ കൊല്ലാനാണെങ്കിൽ ബോംബ് വെക്കാൻ ഞാൻ തയ്യാറിനിടെ. അല്ല, ഞങ്ങളുടെ പരമ്പര അങ്ങനെയാണടേ. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് സ്വയം പൊട്ടിത്തെറിക്കാൻ തയ്യാറാണടേ. അത് മനസ്സിലായില്ലേ? ആ ഒരു വിഷയത്തിൽ ഞാൻ റെഡിയാണടേ. നീ NIA കൂട്ടിയിട്ട് വാടേ. അത് കൊള്ളാമല്ലോ. കൊള്ളാമല്ലോ. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ അയ്യോ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. അതൊക്കെ മോദീനെ നമുക്ക് വിമർശിക്കാതെ ചെയ്യാം, പക്ഷെ പ്രധാനമന്ത്രിയാണ്, ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ചെയ്യാൻ പാടുള്ളൂ. ദയവേത് ഒന്ന് ശ്രദ്ധിക്കും പ്ലീസ്. നീ പോടാ അവിടുന്ന്. ജനാധിപത്യ ഈ ഒരു ഗ്യാസത്തിൽ എന്ത് മൈര് വന്നാലും ഞാൻ പൈസ ചെയ്യുന്നല്ലേ പറയണ്ട. പോയി ചാവാൻ പറ അവന്റെ അമ്മയുടെ പറി. ഇവിടെ വന്നിട്ട് തന്തയ്ക്ക് വിളിച്ചാ പിന്നെ തിരിച്ച് അതുപോലെ കേൾക്കും. പ്രധാനമന്ത്രിയാ നാണയില്ലേ? ഇവനെയൊക്കെ പ്രധാനമന്ത്രി ഇവനെ ഒട്ടിക്കൊണ്ട് കിടക്കാൻ എനക്കൊക്കെ നാണയില്ലേ? അള്ളേ വിളി. ഇനിയാണ് എൻ്റെ ചോദ്യം. കേരളത്തിലെ BJP എവിടെ പോയി? ഇവിടെ ഈ സമൂഹത്തിൽ രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ ചിന്തകളുണ്ട്, രാഷ്ട്രീയ അതിർത്തികളും ഒക്കെയുണ്ട്. എന്നിരുന്നാൽ പോലും ഒരാൾ ഇലക്ഷൻ നടക്കുന്ന സമയം മാത്രമേ ഉള്ളൂ കാൻഡിഡേറ്റ് രാഷ്ട്രീയമൊക്കെ. ജയിച്ചു വരുന്ന നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അത് നരേന്ദ്രമോദിയല്ല, രാഹുൽ ഗാന്ധി അല്ല, ആരായാലും ഏതൊരു മനുഷ്യനായാലും. ഇനിയിപ്പം
അരവിന്ദ് കെജ്രിവാൾ ജയിച്ചു വന്നാലും അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയെ ഇതുപോലെ പൊഴുത്ത തെറി പറയുന്നത് കേട്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. എനിക്ക് കേരളത്തിലെ BJP പ്രവർത്തകരോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് നട്ടൽ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? അതോ നിങ്ങൾ ഈ കണക്കുള്ള തിരച്ചികളെ ഭയക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുന്നില്ല? നിങ്ങളുടെ നട്ടൽ തിരച്ചിയുടെ മുമ്പിൽ നിങ്ങൾ പണയം വെക്കുകയാണ്. ഇതിൻ്റെ എവിഡൻ്റായിട്ട് കാര്യങ്ങൾ ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ലക്ഷങ്ങൾ കാണുന്ന ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ അവൈലബിളാണ്. ഈ സ്ത്രീ പരസ്യമായിട്ട് പ്രധാനമന്ത്രിയെ മറ്റുമൊക്കെ തെറി വിളിക്കുക. കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഞാനൊരു പോസ്റ്റ് ഇട്ടു, ഇവർ തെറി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തിടുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് മുഖ്യമന്ത്രിയെ ഞാൻ തെറി വിളിക്കുന്നു. അപ്പോൾ ഇവർക്ക് ആരെയും തെറി വിളിക്കാം, ആരെ എന്തും പറയാം. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിൻ്റെ വീട്ടിൽ കയറിയിട്ട് പ്രശ്നമുണ്ടാക്കാൻ പോയി ഒരു ആയുധമായിട്ടൊക്കെ അവരുടെ വീട്ടിൽ കടന്നു കയറുകയും വീട്ടിൻ്റെ പുറത്ത് വന്ന് ആയുധമായിട്ട് നിന്ന് വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തിട്ട് അവിടുന്ന് ഈ പറയുന്ന ഒരു അടിയൊക്കെ കൊണ്ട് കാലിൽ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പോയി. ഇവർ സ്വയം വികലാംഗി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന എത്ര നിരപരാധികളുടെ കുടുംബത്തിൽ കയറി അനാവശ്യങ്ങൾ പറയും. ഈ പെണ്ണിന് അല്ലെങ്കിൽ ഈ സ്ത്രീക്കെതിരെ ചൈൽഡ് ലൈനിലും വനിതാ കമ്മീഷനിലും ഒക്കെ ഓൾറെഡി അവർ തന്നെ എടുത്ത കേസും നിലവിലുണ്ട്. ഇത് പോരായിട്ട് ഏതെങ്കിലും 4 or 5 FIRലെ പ്രതിയാണ്. എന്തുകൊണ്ട് ഇവരെ തൊടാൻ ഭയക്കുന്നു? ഇവരെ ആർക്കെങ്കിലും ഭയമാണോ? ഇവരേതെങ്കിലും പാർട്ടി സംരക്ഷണയിലാണോ? ഇതൊക്കെ നമുക്ക് അറിയണം. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാധനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന ഈ പ്രധാനമന്ത്രി എന്താണ് ഇവരുടെ വീട്ടിൽ പോയി വല്ലതും ചെയ്തോ? ഇവരെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചോ? ഒന്നുമില്ല. ഇവർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ അത് മാന്യമായ രീതിയിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. എന്നിട്ട് പോലും ഇവർ പലരുടെയും കുടുംബത്തെ അധിക്ഷേപിക്കുന്നു. ഇപ്പം മോദിയുടെ കുടുംബത്തെ അധിക്ഷേപിക്കുന്നു. മോദിക്കെതിരെ വധഭീഷണി വരെ മുഴക്കുന്നു, ബോംബിടുമെന്നും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ടെററായിട്ടുള്ള ഇതുപോലെ ഒരു സ്ത്രീയെ ഈ സമൂഹത്തിന് ആവശ്യമാണോ? ഇവിടുത്തെ കേരളത്തിലെ BJPക്കാർ ഇതിന് ഇവരെ കൈകാര്യം ചെയ്യാൻ തയ്യാറാണോ? ഇതൊക്കെയാണ് സ്ത്രീ എന്നുള്ള ആനുകൂല്യമൊക്കെ ഓക്കെ. പക്ഷേ ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്, നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇവരെ സംരക്ഷിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവർ ഈ സമൂഹത്തിൽ ഈ അഴിഞ്ഞാടി നടക്കുന്നതിന് കഴിഞ്ഞ കുറേ 4-5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ഇവർക്കെതിരെ പരാതി കൊടുക്കുകയും ചെയ്തു. കേരള പോലീസിൻ്റെ ഒരു നിഷ്കർണമായ ഒരു നീതി നിഷേധമാണ് അവിടെ കണ്ടത്. ആ കേസൊന്ന് അന്വേഷിക്കുകയോ ഈ സ്ത്രീയെ വിളിച്ചപ്പോൾ അവരവിടെ വരികയോ ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് 3-4 പ്രാവശ്യം വിളിച്ചിട്ട് അതൊരു മൂവ് ഓൺ പോലും ചെയ്തില്ല. അപ്പോൾ ഇത്തരം ഇതിന് കേരള പോലീസ് അറിയാതെ, കേരള പോലീസിലെ ചിലർ, എല്ലാവരും പറയാൻ പറ്റത്തില്ല, കേരള പോലീസ് വളരെ നല്ലൊരു പടയാണ്, നല്ലൊരു യൂണിയനാണ്. അപ്പം നല്ല ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു നിയമസംഹിതയാണ്. അപ്പോൾ അത് ഈ നീതിപാലകർക്കിടയിൽ ചില പുഴുക്കുത്തുകൾ ഇവരെ സഹായിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ ഭയങ്കരമായി നമ്മൾ നാണക്കേടാണ്, സീരിയസ് ആയിട്ട് നാണക്കേടാണ്. എത്രയോ സ്ത്രീകളെ അസഭ്യം പറയുന്നു, കുഞ്ഞുങ്ങളെ അസഭ്യം പറയുന്നു, ശിശുക്കളോ ബാലരോ എന്നൊന്നും നോക്കാതെ വായി വരുന്ന എല്ലാം പറയുന്നു. സോ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ സംഘപരിവാർ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഇവരെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യാനുള്ള ഒരു നിയമപരമായിട്ടോ അല്ലാതെയോ ഇവരെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള, ഇതുപോലുള്ള വിഷജന്തുക്കളെ തുടച്ചു നീക്കാനുള്ള ഒരു പ്രാരംഭഘട്ടം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ഇത് എത്തിക്കേണ്ട അധികൃതരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾക്കറിയാവുന്ന സംഘപരിവാറിൻ്റെയോ RSSൻ്റെയൊക്കെ ഒരു യൂണിയനുകളുണ്ടല്ലോ, അവരുടെ അംഗങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ. അപ്പോൾ ഇവർ തുറങ്കൽ അടയ്ക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഇവർ ഈ സമൂഹത്തിൽ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കേണ്ടവരല്ല എന്ന്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്.
ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.